ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിൽ 6-ാം ദിവസത്തിലെ വചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിനായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 23-ാം വാക്യം. ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ അവർ ഇനിയും യഹൂദ ദേശത്തും അതിലെ പട്ടണങ്ങളിലും നീതി നിവാസമേ, വിശുദ്ധ പർവ്വതമേ, യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ വാക്ക് പറയും. യിരെമ്യാ പ്രവാചകനിലൂടെ സർവശക്തനായ ദൈവം ഇസ്രായേലിന് നൽകുന്ന അനുഗ്രഹ വചനമാണ് ഈ വചനം. നാം ഈ വചനം ധ്യാന വിഷയമാക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന 3 ഉറപ്പുകൾ വ്യക്തമായി നമുക്ക് ധ്യാനിക്കാം. 1, നമ്മുടെ പ്രവാസത്തിന് അല്ലെങ്കിൽ അടിമത്തത്തിന് ദൈവം അന്ത്യം വരുത്തുമെന്ന് ഈ വചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ, അതായത് അടിമത്തത്തിലായിരിക്കുന്ന ജനത്തെ ദൈവം മടക്കി വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് ഇത് ധ്യാനിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ആത്മീകപരമായ അടിമത്വത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ദൈവം നമ്മെ അഴിച്ചുവിടുവാനും സ്വാതന്ത്ര്യം നൽകുവാനും ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. ദൈവമൊരുക്കുന്ന വിടുതൽ, ദൈവമൊരുക്കുന്ന മടങ്ങിവരവ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പൈശാചികതകളോ ലോകപരമായ ജഡീകതകളോ ലോകത്തിൻ്റെതായ അനുഭവങ്ങളോ നമ്മെ അടക്കി വച്ചിരിക്കുന്ന, അടിമപ്പെടുത്തിയിരിക്കുന്ന പ്രവാസത്തിന്റെ ഇടത്തിൽ നിന്ന് മടങ്ങി വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും എന്ന ഉറപ്പ് ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. എൻ്റെ പ്രവാസത്തിന് അന്ത്യം ഉണ്ടാകും. 2, ഈ വചനത്തിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ജനത്തെ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധ പർവ്വതമേ എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മെയും നമ്മുടെ ചുറ്റുമുള്ളവർ നോക്കി വിശുദ്ധ പർവ്വതമേ എന്ന് വിളിക്കുന്നത് കണക്കുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകും എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പർവ്വതമേ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്ന ചില കാര്യങ്ങൾ, കുഴികൾ, പരാജയത്തിന്റെ കെണികൾ ഒക്കെ നികത്തപ്പെടുന്ന, കിടന്ന കുഴിയിൽ നിന്ന് കരയേറി ഉയരങ്ങളിലേക്ക് ഉയർന്നു വരുന്ന ഒരു അനുഗ്രഹത്തിന്റെ അനുഭവത്തെയാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. വിശുദ്ധ പർവ്വതമേ എന്ന വിളി ഇത് നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്നതല്ല. ദൈവത്തിന്റെ കൃപയാൽ നമ്മെ ദൈവം ഉയർത്തുന്നതാണ്. നന്ദിയുള്ളവരായി ദൈവം ഉയർത്തുന്ന ഉയർച്ചയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ നമുക്ക് സാധിക്കണം എന്നും കൂടെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 3, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ദേശം നമ്മെ നോക്കി വിളിച്ചു പറയും. വ്യക്തമായി ഈ വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ വാക്ക് നിന്നെ കുറിച്ച് പറയും എന്നുള്ള വ്യക്തമായ ബോധ്യം. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ നോക്കി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസ നൽകുന്നത്, നമ്മിലെ വിടുതലുകളെ ലോകം കണ്ടിട്ട്, നമ്മിലെ ദൈവിക നടത്തിപ്പിനെ ലോകം കണ്ടിട്ട് ലോകം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധിയായിട്ടുണ്ടാകും എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. കർത്താവെ, ഞാൻ ആയിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന് എന്നെ അങ്ങിലേക്ക് മടക്കി വരുത്തണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശരിക്കും ഈ നോമ്പ് ദൈവത്തിലേക്കുള്ള മടങ്ങി വരവായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, തിരികെ അങ്ങിലേക്ക് അടുത്തു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന ഈ ലോകത്തിൻ്റെതായ ജഡീക പൈശാചിക അടിമത്തത്വങ്ങളിൽ നിന്നും പ്രവാസത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക്, അങ്ങിലേക്ക് തിരികെ വരുത്തണമെന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. ആമേൻ.